വെൽക്കം ടു ഓൾ. എല്ലാവർക്കും +1 സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് സെക്കൻഡ് യൂണിറ്റിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഗ്രൂപ്പാണ് എടുത്തത്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ സാമൂഹിക ശ്രേണീകരണം എന്നാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യുക. നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തെ വ്യത്യസ്ത വിഭാഗങ്ങളായി അല്ലെങ്കിൽ വ്യത്യസ്ത ഘടകങ്ങളായിട്ട് തരംതിരിക്കുന്നതിന് പറയുന്ന പേരാണ് സാമൂഹിക ശ്രേണീകരണം. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സമൂഹത്തെ പല ശ്രേണികളായി, പല തട്ടുകളായി, പല ഗഡുക്കളായി വിഭജിക്കുന്നതിന് പറയുന്ന പേരാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ സാമൂഹിക ശ്രേണീകരണം. Dividing the society into various layers, divisions, groups, etc. are called social stratification. സമൂഹത്തെ വ്യത്യസ്ത തട്ടുകളായി, ഒരു പാറ, അതായത് ഭൂമിയുടെ താഴേക്ക് പല പല അറകളാണ്. ആ പല തട്ടുകളെ നമുക്ക് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഇപ്പോൾ സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് സ്ട്രാറ്റകളെ നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ബ്ലാക്ക്, വൈറ്റ്, പഠിക്കുന്നവൻ, പഠിക്കാത്തവൻ, ഉള്ളവൻ, ഇല്ലാത്തവൻ, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. ഇങ്ങനെ സമൂഹത്തെ വ്യത്യസ്ത വിഭാഗങ്ങളാക്കി തരംതിരിക്കുന്ന ആ പ്രക്രിയയെ പറയുന്ന പേരാണ് സാമൂഹിക ശ്രേണീകരണം. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓൾ സൊസൈറ്റി. ലോകത്ത് എവിടെയായാലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കാണാൻ സാധിക്കും, സാമൂഹിക ശ്രേണീകരണം കാണാൻ സാധിക്കും. നോ സൊസൈറ്റി വിൽ റിമെയിൻ ഈക്വൽ. ഒരു സൊസൈറ്റിയും തുല്യമായിട്ട് എല്ലാ ആളുകളും ഒരുപോലെയുള്ള ഒരു സമൂഹമില്ല. ഏതൊരു സൊസൈറ്റി ആണെങ്കിലും അതെന്താണ്? സ്ട്രാറ്റിഫൈഡ് ആണ്. സ്ട്രാറ്റിഫൈഡ് മീൻസ് ശ്രേണീകരണം നടക്കുന്ന സമൂഹമാണ് എല്ലാ സമൂഹവും. ശ്രേണീകരണത്തെ മറ്റൊരു രീതിയിൽ നമുക്കിങ്ങനെ പറയാം. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ റെഫേഴ്സ് ടു ദ സ്ട്രക്ചറൽ ഇനീക്വാളിറ്റീസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പിംഗ്സ് ഓഫ് പീപ്പിൾ. അതായത് വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഇനീക്വാലിറ്റി, സ്ട്രക്ചറൽ ഇനീക്വാലിറ്റിയെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സമൂഹത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട് അല്ലേ? അതായത് പഠിക്കുന്നവൻ, പഠിക്കാത്തവൻ, പിന്നെ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ലോയേഴ്സ്, ഫിഷർമാൻ, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിലൊക്കെയുള്ള ഘടനാപരമായ അസമത്വത്തെയാണ് നമ്മൾ സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകളും ഡോക്ടേഴ്സാണോ? അല്ല. ഡോക്ടേഴ്സ് നിലനിൽക്കണമെങ്കിൽ ആര് വേണം? പേഷ്യൻസ് വേണം. അതുപോലെ സമൂഹത്തിൽ വ്യത്യസ്ത ആളുകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ. താഴേക്കിടയിലുള്ളവരുണ്ട്, മിഡിൽ ക്ലാസ്സിലുള്ളവരുണ്ട്, അപ്പർ ക്ലാസ്സിലുണ്ട്. ഇങ്ങനെ സമൂഹത്തെ ഒരു ലാഡർ പോലെ വ്യത്യസ്ത തട്ടുകളായി തരംതിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. സൊസൈറ്റി ക്യാൻ ബി സീൻ ആസ് കൺസിസ്റ്റിംഗ് ഓഫ് സ്ട്രാറ്റ ഇൻ എ ഹൈറാർക്കി. സമൂഹത്തിൽ ഒരു ശ്രേണി പോലെ വ്യത്യസ്തമായ പാളികളുണ്ട്, തട്ടുകളുണ്ട്. ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ സമൂഹത്തിൻ്റെ ടോപ്പിൽ, ഏറ്റവും മുകളിലാണ് വെച്ചിട്ടുള്ളത്. എന്നാൽ ആരാലും ഇഷ്ടപ്പെടാത്ത ഒരു പ്രിവിലേജും ഒരു ആനുകൂല്യങ്ങളും കിട്ടാത്ത ആളുകൾ സമൂഹത്തിൻ്റെ താഴെ തട്ടിലാണ്. അതായത് പാവപ്പെട്ട ആളുകൾ, ദളിതർ, ഇങ്ങനെയുള്ളവരൊക്കെ ഏറ്റവും താഴെയാണെങ്കിൽ എല്ലാം ആസ്വദിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ളവരെ നമ്മൾ ഏറ്റവും മുകളിലാണ് പ്ലേസ് ചെയ്യുന്നത്. സോ സ്ട്രാറ്റിഫിക്കേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദി ഓർഗനൈസേഷൻ ഓഫ് സൊസൈറ്റി. നമ്മുടെ സമൂഹത്തെ കൃത്യമായി ഓർഗനൈസ് ചെയ്യുന്നതിന് സ്ട്രാറ്റിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട്. അതായത് സൊസൈറ്റിയിലുള്ള ആളുകളെ ഓരോ കാറ്റഗറി ആയിട്ട് കൃത്യമായി തരംതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഏതാണ്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനാണ്. ആ ഒരു തരത്തിൽ നമുക്ക് പറയാൻ പറ്റും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഹെൽപ്സ് ടു ഓർഗനൈസ് ദ സൊസൈറ്റി. സമൂഹത്തെ കൃത്യമായി ഓർഗനൈസ് ചെയ്യാൻ സ്ട്രാറ്റിഫിക്കേഷൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്ട്രാറ്റിഫിക്കേഷൻ എക്സിസ്റ്റ് ഓൾ ഓവർ ദ സൊസൈറ്റി ഓർ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ പ്രോസസ്സ്. ലോകത്തിലെല്ലായിടത്തും നമുക്ക് ഏത് കാണാൻ സാധിക്കും? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കാണാൻ സാധിക്കും. എല്ലാത്തിലും, എവരി ഹൗസ് ഹോൾഡ്, ഏതൊരു ഹൗസ് ഹോൾഡിലും ഏതൊരു വ്യക്തിയിലും നമുക്ക് എന്ത് കാണാം? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കാണാൻ സാധിക്കും. ജനറലി പൊതുവായിട്ട് 4 സിസ്റ്റം ഓഫ് സ്ട്രാറ്റിഫിക്കേഷനാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്.
4 സാമൂഹിക ശ്രേണീകരണമാണ് സമൂഹത്തിൽ കാണുന്നത്. അതിലൊന്നാമത്തതാണ് സ്ലേവറി അഥവാ അടിമത്വം. സെക്കൻഡ് വൺ കാസ്റ്റ് അഥവാ ജാതി വ്യവസ്ഥ. തേർഡ് വൺ എസ്റ്റേറ്റ് സിസ്റ്റം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്ലാസ് സിസ്റ്റം. ഈ 4 സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റമാണ് പ്രധാനമായും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന സാമൂഹിക ശ്രേണീകരണ വ്യവസ്ഥ എന്ന് പറയുന്നത്. സ്ലേവറി, കാസ്റ്റ് സിസ്റ്റം, എസ്റ്റേറ്റ് സിസ്റ്റം ആൻഡ് ക്ലാസ് സിസ്റ്റം. ഈ 4 സമൂഹത്തിൽ കാണുന്ന സിസ്റ്റം ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സ്ലേവറി. വളരെ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു പ്രാക്ടീസാണ് ഇത്. അതായത് കാശുള്ള ആളുകൾ അവർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടിമകളാക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പണം കൊടുത്തു വാങ്ങും. ഈ പണം കൊടുത്ത് വാങ്ങുന്ന ആളുകൾ യജമാനന് വേണ്ടി എന്ത് പണിയും എടുക്കുവാൻ തയ്യാറായി നിൽക്കും. പലപ്പോഴും ഭക്ഷണവും വസ്ത്രവും ഒന്നുപോലും ഇവർക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ അടിമകൾ എന്ന് പറഞ്ഞിരുന്നത്. ഇത് പണ്ട് കാലത്ത് ഗ്രീസിലും റോമിലും ഒക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? അബോളിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നിയമം മൂലം നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇപ്പോൾ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നില്ല. ഇത് വളരെ മൃഗീയമായ ഒരു സിസ്റ്റമാണ്. മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ വിൽക്കപ്പെടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നൊരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ. എന്തായാലും ഇതിപ്പോൾ ഇല്ല. നിയമം മൂലം നമ്മളത് നിരോധിച്ചു. നെക്സ്റ്റ് കാസ്റ്റ് സിസ്റ്റമാണ്, ജാതി വ്യവസ്ഥ. ദിസ് ഈസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എക്സിസ്റ്റിംഗ് ഇൻ അവർ സൊസൈറ്റി. അതായത് ഇന്ത്യയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ശ്രേണീകരണമാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം ഗീവ് ഓൾ ഇമ്പോർട്ടൻസ് ടു ആട്രിബ്യൂട്ട്സ് അസ്ക്രൈബ്ഡ് ബൈ ബർത്ത്. ജനനത്തിലൂടെയാണ് ജാതി നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഉയർന്ന ജാതിക്കാരനിൽ ജനിച്ചാൽ അയാൾക്ക് ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കും. എന്നാൽ താഴ്ന്ന ജാതിക്കാരൻ്റെ വീട്ടിലാണ് ആ കുട്ടി ജനിക്കുന്നത് എങ്കിൽ ആ കുട്ടി ജീവിതാവസാനം മുഴുവൻ താഴ്ന്ന ജാതിക്കാരൻ അനുഭവിക്കുന്ന എല്ലാ ഉച്ചനീചത്വങ്ങളും അനുഭവിക്കേണ്ട ഒരു വ്യവസ്ഥിതി. ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യൻ സൊസൈറ്റി കാസ്റ്റ് സിസ്റ്റം ഈസ് മോസ്റ്റ് സിവിയർ. അതായത് ഇന്ത്യൻ സമൂഹത്തിൽ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അത്രമാത്രം ഡീപ്പ് റൂട്ടഡാണ്, ആഴത്തിൽ വേരൂന്നിയതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൊസൈറ്റി ഈസ് സ്ട്രാറ്റിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് ക്ലാസ്. ജാതിയും വർഗവുമാണ് ഇന്ത്യയിലെ ആളുകളെ വിവിധ തട്ടുകളിലാക്കുന്ന ഒരു വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ചാതുർവർണ്ണ സമ്പ്രദായത്തിൻ്റെ ഒറിജിനോട് കൂടിയാണ്. ചാതുർവർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത് ചാതുർവർണ്ണ സിസ്റ്റം എന്നാൽ ജാതികളെ വിവിധ വർണ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇങ്ങനെ 4 വർണ്ണങ്ങൾ. ഈ 4 വർണ്ണങ്ങളെയാണ് നമ്മൾ ചാതുർവർണ്ണം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ഈ ചാതുർവർണ്ണ സിസ്റ്റം വേദകാലഘട്ടത്തിൽ, ലേറ്റർ വേദിക് പീരീഡിലാണ്, പിൽക്കാല വേദകാലഘട്ടത്തിലാണ് ഒറിജിൻ ചെയ്തത്. ഇതിൻ്റെ ഒറിജിനോട് കൂടിയാണ് കാസ്റ്റ് സിസ്റ്റം ഉടലെടുത്തത് എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചാതുർവർണ്ണ വിശ്വാസപ്രകാരം ബ്രാഹ്മൺ എന്ന് പറയുന്നതാണ് ഉയർന്ന ജാതി, അതായത് പ്യുവർ കാസ്റ്റ്, ശുദ്ധമായ ജാതി എന്ന് വിശേഷിപ്പിക്കും. കാസ്റ്റ് സിസ്റ്റം മൊത്തമായിട്ട് പറയുന്നത് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് കാസ്റ്റിലെ ഓരോ ജാതികളെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ശ്രേണികളായി പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ബ്രാഹ്മിൻസാണ് ഏറ്റവും ടോപ്പ്. അവരുടെ കളറായിട്ട് പറയുന്നത് വെള്ളയാണ്. ബ്രാഹ്മണൻ്റെ കളറ് വെള്ള. കാരണം ബ്രാഹ്മിൻസ് ആർ മോസ്റ്റ്ലി ഫേവേർഡ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. അതുകൊണ്ട് അവരുടെ കളറ് വെള്ളയായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ അബൌട്ട് ക്ഷത്രിയാസിൻ്റെ കളറ് റെഡാണ്. ക്ഷത്രിയാസ് എന്ന് പറയുന്നത് അവരുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് സോൾഡിയേഴ്സാണ്, അതായത് വാരിയേഴ്സ്, യുദ്ധ പോരാളികളാണ്. യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ജനിച്ചവരാണ് ക്ഷത്രിയന്മാർ.
So their color is red. Their occupation is soldiers, warriors, etc. They were just below to the Kshatriyas. ജസ്റ്റ് ബിലോ ടു ദ ബ്രാഹ്മണൻ്റെ തൊട്ട് താഴെയാണ് ക്ഷത്രിയൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ദെൻ ദ തേർഡ് കാറ്റഗറി ദേ ആർ വൈശ്യാസ്. വൈശ്യന്മാർ പ്രധാനമായിട്ടും പരമ്പരാഗത വ്യാപാരികളാണ്. പരമ്പരാഗതമായി അവർ ട്രഡീഷണലി ദേ വേർ മർച്ചൻസ്, ട്രേഡേഴ്സ്, അഗ്രികൾച്ചറലിസ്റ്റ്, കൃഷിക്കാർ, വ്യാപാരികൾ, ഇതൊക്കെയാണ് വൈശ്യന്മാർ. ദെയർ കളർ ഈസ് യെല്ലോ. അവരുടെ കളറ് മഞ്ഞ നിറമാണ്. Then the last category they were the Shudras. Their color is black. അവരുടെ കളർ ബ്ലാക്ക് ആണ്. കാരണം അവർ സമൂഹത്തിലെ ഏറ്റവും ബോട്ടമസ്റ്റ് റാങ്കിലുള്ളവരാണ്, ഏറ്റവും താഴെ തട്ടിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. ദേ വർ കൺസിഡേർഡ് ആസ് പൊല്യൂട്ടഡ് കാസ്റ്റ്. അവർ പൊല്യൂട്ടഡായ ഒരു കാസ്റ്റായിട്ടാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ ചാതുർവർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ 4 വർണ്ണങ്ങളുണ്ട്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മിൻസിൻ്റെ പ്രധാന ജോലി വേദകാര്യങ്ങൾ നടപ്പിലാക്കുക. അതായത് ദൈവർ ടീച്ചേഴ്സ്, പ്രീസ്റ്റ്, പുരോഹിതന്മാരും ടീച്ചേഴ്സും ഒക്കെ ആയിരുന്നു ബ്രാഹ്മണന്മാരെന്ന് പറയുന്നത്. ശൂദ്രാസോ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് ശൂദ്രാസ്. അവർ പൊല്യൂട്ടഡ് കാസ്റ്റാണ്. ഈ പൊല്യൂട്ടഡ് കാസ്റ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും മോശമായ ജോലിയാണ്. അതായത് അടിച്ചു വാരുക, അതുപോലെ മുടി വെട്ടുക, പിന്നെ പബ്ലിക് പ്ലേസിൽ വല്ല മൃഗങ്ങളോ മറ്റോ ചത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ക്ലീനാക്കുക. അങ്ങനെ ദ മോസ്റ്റ് അൺക്ലീൻഡ് ജോബ്സ്, ആരും ചെയ്യാത്ത വൃത്തികെട്ട ജോലികളാണ് ശൂദ്രാസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ശ്രേണീകരണം എന്ന് പറയുന്നത്. ജനനമാണ് ജാതി നിർണ്ണയിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ബർത്തിലൂടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ദേ കനോട്ട് ബി ദേ ഹാവ് നോ റൈറ്റ് ടു ചേഞ്ച്. അവർക്ക് അവരുടെ ജാതി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാസ്റ്റ് സിസ്റ്റം നൽകുന്നില്ല. അപ്പോൾ ഇതാണ് വർണ്ണ സിസ്റ്റം അഥവാ എന്താ പറയുക ചാതുർവർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ മുകളിൽ പറയുന്ന 3 ജാതികളും, അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യ, ഇവർ പൊതുവെ അറിയപ്പെടുന്നത് ട്വൈസ് ബോൺ ഗ്രൂപ്പ് എന്നാണ്. ദ്വിജന്മം, 2 ജന്മമുള്ളത്. ഇവിടെയും അതുപോലെ തന്നെ മറ്റൊരു ജന്മവും കൂടി, 2 ജന്മം ഉള്ളവരെയാണ് നമ്മൾ ബ്രാഹ്മണൻ, ക്ഷത്രിയ, ശൂദ്ര എന്ന് പറയുന്ന വൈശ്യ എന്ന് പറയുന്ന ഈ ഒരു 3 ഗ്രൂപ്പും. ട്വൈസ് ബോൺ, ദ്വിജന്മം, 2 ജന്മമുള്ളവർ. എന്നാൽ ശൂദ്രാസ് എന്ന് പറയുന്നത് 2 ജന്മം ഇല്ലാത്ത ആളുകളാണ്. ഈ ഒരു 4 വർണ്ണം കൂടാതെ മറ്റൊരു കാറ്റഗറി കൂടിയുണ്ട്, മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. അവരാണ് അൺടച്ചബിൾസ് എന്ന് പറയുന്നത്. അവർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പഞ്ചമാസ് ഓർ ഔട്ട്കാസ്റ്റ്. പഞ്ചമന്മാർ അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റ്, ജാതി വ്യവസ്ഥയ്ക്ക് പുറത്ത് നിൽക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ഔട്ട്കാസ്റ്റ് എന്നുള്ള പദം ഉദ്ദേശിക്കുന്നത്. ആരാണ് ഈ ഔട്ട്കാസ്റ്റ് എന്ന് ചോദിച്ചാൽ ജാതി വ്യവസ്ഥയുടെ 4 വർണ്ണങ്ങളിലും പെടാതെ പുറത്ത് നിൽക്കുന്നവരാണ്. മറ്റൊരു രാജ്യത്തിൽ നിന്നും ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കുന്നവരോ അതല്ലെങ്കിൽ യുദ്ധത്തിൽ പടയാളികളെ പിടിച്ചു കൊണ്ടുവന്നതോ അങ്ങനെയുള്ള അടിമകൾ, അത്തരത്തിലുള്ള ആളുകളാണ് സാധാരണയായിട്ട് പഞ്ചമന്മാരിലും അതുപോലെ ഔട്ട്കാസ്റ്റിലും പെടുന്ന താഴ്ന്ന ആളുകൾ. അപ്പോൾ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന സിസ്റ്റം പ്രവർത്തിക്കുന്നത് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്നുള്ള ഒരു തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പ്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധത. അതായത് ജാതി വ്യവസ്ഥ ചില ജാതിയെ ശുദ്ധജാതിയെന്നും ചില ജാതിയെ അശുദ്ധ ജാതിയായിട്ടുമാണ് കാണുന്നത്. ആരാണ് ശുദ്ധന്മാർ? ബ്രാഹ്മണന്മാരെയാണ് ശുദ്ധന്മാരായിട്ട് കാണുന്നത്. എന്നാൽ അശുദ്ധന്മാരായി കാണുന്നത് ശൂദ്രന്മാരെയാണ്. ശൂദ്രൻ ബ്രാഹ്മണനെ ഒന്ന് സ്പർശിച്ചാൽ ബ്രാഹ്മണന് പൊല്യൂട്ടഡ് ആവുമെന്നാണ് വിശ്വാസം. ബ്രാഹ്മണനെ സമീപിക്കാൻ, അതായത് ഫേസ് ടു ഫേസ് ആയിട്ട് കാണാൻ പോലും ശൂദ്രന് അനുവാദം ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ കേരളത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം വളരെ സിവിയറായിട്ട് നിലകൊണ്ടിരുന്നു. പിന്നീട് സോഷ്യൽ റിഫോമേഴ്സിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഈ ഇവിൾ പ്രാക്ടീസസ് ഒക്കെ ഇവിൾ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ തിന്മകളൊക്കെ ഇല്ലാതായത്. അപ്പോൾ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷനാണ്. അതുപോലെ ബർത്താണ് ജാതി തീരുമാനിക്കുന്നത്. നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടാൽ തന്നെ അവരുടെ ഒരു ജോബ് നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രാഹ്മണൻ കണ്ടോ ധ്യാനിക്കുന്നു, ക്ഷത്രിയൻ യുദ്ധം ചെയ്യുന്നു, വൈശ്യൻ കച്ചവടം നടത്തുന്നു, ശൂദ്രൻ കണ്ടോ അൺക്ലീൻഡ് ജോബ്സ് ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്നു.
ജാതി വ്യവസ്ഥയിൽ ഓരോ സിസ്റ്റവും ശുദ്ധതയും അശുദ്ധതയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലകൊള്ളുന്നത്. ബ്രാഹ്മിൻസ് പ്രീസ്റ്റ്ലി കാസ്റ്റാണ്, പുരോഹിത വർഗമാണ്. എല്ലാവർക്കും ഉപരിയാണ് ബ്രാഹ്മണൻ്റെ സ്ഥാനം. സമൂഹത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു വിഭാഗമാണ് ബ്രാഹ്മിൻസ്. അതുകൊണ്ട് തന്നെ അവർ സമൂഹത്തിലെ ഉന്നത ശ്രേണികളിൽ ഉള്ളവരാണ്. സമൂഹത്തിലെ നല്ല പദവിയാണ് അവർക്കുള്ളത്. എന്നാൽ അവർക്ക് താഴെയുള്ള ഏറ്റവും അടിയിലുള്ള വിഭാഗമാണ് പഞ്ചമാസ് എന്ന് പറയുന്നത്. ഔട്ട്കാസ്റ്റ് എന്നാണ് അവരെ നമ്മൾ വിശേഷിപ്പിക്കുക. ഇതാണ് ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എന്നാൽ ഇന്ന് ജാതി വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, മോഡേൺ എഡ്യൂക്കേഷൻ, ഇതൊക്കെ നഗരവൽക്കരണം, വ്യാവസായികവൽക്കരണം, അതുപോലെ ആധുനിക വിദ്യാഭ്യാസം, ഇതെല്ലാം ജാതി വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ജാതി വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് കുലത്തൊഴിൽ എന്ന് പറയുന്നത്. കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ജനനത്തിലൂടെ അച്ഛൻ ചെയ്തിരുന്ന ജോലി, അതായത് ആ ജാതിയുടെ പ്രത്യേക ജോലി മകനും ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു പരമ്പര തന്നെ അതിലൂടെ കടന്നു പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മുടി വെട്ടുന്ന ആളുകൾ, അവരുടെ ഒരു ഫാമിലി, ബാർബർമാരുടെ ഫാമിലി ആ ഒരു ജോബ് തന്നെയായിരിക്കും മക്കൾക്കും. അത് ട്രഡീഷണലായിട്ട് അതങ്ങനെ ഫോളോ ചെയ്തു പോകും. അവർക്ക് ആ ഒരു ഒക്യുപ്പേഷൻ, ആ ഒരു ജോലി അവർക്ക് ഇഷ്ടമില്ല എങ്കിൽ പോലും അതവരുടെ കുലത്തൊഴിലായതുകൊണ്ട് അവരെന്ത് ചെയ്യണം, തുടർന്ന് പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുലത്തൊഴിലാണ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് എൻഡോഗമി. എൻഡോഗമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് പറയുന്ന ആ പ്രാക്ടീസിനെയാണ് എൻഡോഗമി. മാരേജ് വിത്തിൻ ദ ഗ്രൂപ്പ് ഓർ വിത്തിൻ ദ കാസ്റ്റ്, അതിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. അപ്പോൾ ജാതി വ്യവസ്ഥയുടെ ആ ഒരു പ്യൂരിറ്റി എന്നെന്നും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് എൻഡോഗമി ആളുകൾ പ്രാക്ടീസ് ചെയ്തിരുന്നത്. അതായത് ബ്രാഹ്മണനായ ആളിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കൂ. അപ്പോൾ എന്താവില്ല, ബ്രാഹ്മണന്മാരെന്നും ബ്രാഹ്മണന്മാരായി തന്നെ അവരുടെ ജാതിയുടെ പ്യൂരിറ്റി എന്നെന്നും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് എൻഡോഗമി പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. എൻഡോഗമി മീൻസ് മാരേജ് വിത്തിൻ ദ കാസ്റ്റ്, സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് അവോയ്ഡൻസ് ഓഫ് കോണ്ടാക്ട് വിത്ത് ഇൻഫീരിയർ കാസ്റ്റ്, അതായത് താഴ്ന്ന ജാതിക്കാരുമായി ഒരു കോണ്ടാക്റ്റും ഇല്ലാതാകുന്ന ഒരു അൺടച്ചബിലിറ്റി, സ്പർശിക്കാനോ സമീപിക്കാനോ, അൺഅപ്രോച്ചബിലിറ്റി ആൻഡ് അൺടച്ചബിലിറ്റി, ഇതെല്ലാം ജാതി വ്യവസ്ഥയുടെ ശുദ്ധത, പ്യൂരിറ്റി എന്നെന്നും നിലനിർത്തുന്നതിന് വേണ്ടി സഹായിച്ചു. എന്നാൽ ടുഡേ ദ കാസ്റ്റ് സിസ്റ്റം ഹാസ് അണ്ടർഗോൺ ഡ്രാസ്റ്റിക് ചേഞ്ചസ്. ഇന്ന് ജാതി വ്യവസ്ഥ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി. അതിനുള്ള പ്രധാന കാരണം മോഡേൺ എഡ്യൂക്കേഷനും ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനുമാണ്. ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ജാതി വ്യവസ്ഥയിൽ എങ്ങനെയാണ് മാറ്റം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതോടുകൂടി, വ്യവസായവൽക്കരണം വന്നതോടെ ഫാക്ടറികളുണ്ടായി. ഫാക്ടറിയിൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായി. അപ്പം ആളുകൾ പുതിയ ജോലി തേടി. കുലത്തൊഴിൽ എന്ന് പറയുന്ന ജാതി വ്യവസ്ഥയുടെ ആ ഒരു സവിശേഷത അവിടെ തന്നെ നിന്നുപോയി. കുലത്തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ട് താഴ്ന്ന ജാതിക്കാർ വരെ സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടുത്തെ ഫാക്ടറികളിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങാൻ തുടങ്ങി. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ തമ്മിൽ യാതൊരുവിധ കാസ്റ്റ് റെസ്ട്രിക്ഷൻസും ഇല്ലായിരുന്നു. അവരൊക്കെ അവിടെയുള്ള ഒരു വാടക വീടുകളിൽ വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർ ഉണ്ടും ഉറങ്ങിയും ഒരുമിച്ച് കഴിഞ്ഞും ജാതിയുടെ എല്ലാ റെസ്ട്രിക്ഷൻസും ഇല്ലാതായി. അതുപോലെ ആധുനിക വിദ്യാഭ്യാസം എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെറിറ്റിനാണ്, കഴിവിനാണ്, അല്ലാതെ ജനനത്തിനല്ല. സ്കൂളുകളിൽ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങിയതോടുകൂടി ജാതി വ്യവസ്ഥയുടെ സ്ട്രിക്ട്നെസ്സൊക്കെ കുറേയേറെ ഇല്ലാതെയായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും വി ക്യാൻ സ്റ്റിൽ സീൻ ദ ഇവിൾ പ്രാക്ടീസസ് ഓഫ് കാസ്റ്റ് സിസ്റ്റം എവ്രിവെയർ. ഇങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ജാതി വ്യവസ്ഥയുടെ പല സംഭവങ്ങളും നമുക്കിപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ക്ലാസ് സിസ്റ്റമാണ് അടുത്ത ടോപ്പിക്ക്. ക്ലാസ് അഥവാ വർഗം. ക്ലാസ് ഈസ് എ ടിപ്പിക്കൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഫൗണ്ട് ഇൻ ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റി. അതായത് ക്ലാസ് സിസ്റ്റം അഥവാ വർഗവ്യവസ്ഥിതി എന്ന് പറയുന്നത് ആധുനിക വ്യാവസായിക സമൂഹത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ എവിടെയാണ് കാണുന്നത്? ട്രഡീഷണൽ സൊസൈറ്റിയിലാണ് അധികവും കാണുന്നതെങ്കിൽ ക്ലാസ് സിസ്റ്റം ഏറ്റവും കാണുന്നത് ആധുനിക വ്യാവസായിക സമൂഹത്തിലാണ്. സോഷ്യൽ ക്ലാസ് ഈസ് എ സ്ട്രാറ്റം ഓഫ് പീപ്പിൾ
of similar social position with regard to income, occupation, education and wealth. ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാവിങ് സിമിലർ സോഷ്യൽ സ്റ്റാറ്റസ്. അതായത് ഒരേ സാമൂഹിക പദവിയുള്ള ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ ഒരു പ്രത്യേക ക്ലാസ്, ഒരു പ്രത്യേക വർഗം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ സ്കൂളിൽ വരുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സോഷ്യൽ പൊസിഷനാണ്. H1 ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഒരേപോലെയാണ് നമ്മൾ ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം സാമ്പത്തികമായ കാര്യങ്ങളാണ്. അതായത് ഒരു വ്യക്തിയുടെ വരുമാനം, അയാളുടെ ജോലി, അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ സമ്പത്ത് എന്നിവയാണ് ക്ലാസ് സിസ്റ്റത്തിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത്. ജാതി വ്യവസ്ഥയുടെ ബാക്കപ്പ് എന്ന് പറയുന്നത് റിലീജിയൻ ആണെങ്കിൽ ക്ലാസ് സിസ്റ്റത്തിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് ഇക്കണോമിക് ആസ്പെക്ട്സ് ആണ്, സാമ്പത്തികമായ വശമാണ്. സോ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ക്ലാസ്സിൽ പെടുത്തുന്നത് അയാളുടെ സാമ്പത്തികമായ പൊസിഷനാണ്. അയാളുടെ ഇൻകവും ഒക്യുപ്പേഷനും എഡ്യൂക്കേഷനുമാണ് അയാളെ ഒരു പ്രത്യേക ക്ലാസ്സിൽ പെടുത്തുന്നത്. ഇൻ എ ക്ലാസ് എ പേഴ്സൺ സോഷ്യൽ സ്റ്റാറ്റസ് ഈസ് ബേസ്ഡ് ഓൺ ഹെർ അച്ചീവ്മെൻറ്റ്സ്. ഒരാളുടെ നേട്ടങ്ങൾ, ഒരാളുടെ കഴിവ്, അയാളുടെ ഹാർഡ് വർക്ക്, അയാളുടെ എബിലിറ്റി എന്നിവ കൊണ്ടാണ് ഒരാൾ ഒരു പ്രത്യേക സോഷ്യൽ ക്ലാസ്സിൽ അംഗമാകുന്നത്. അതായത് ക്ലാസ് സിസ്റ്റം ഒരാൾ നേടിയെടുക്കുന്നത് ത്രൂ ഹിസ് അച്ചീവ്മെൻറ്റ്സ്, അയാളുടെ അച്ചീവ്മെൻറ്റ്സിലൂടെയാണ്, അല്ലാതെ എന്തിലൂടെയല്ല, ജനനത്തിലൂടെയല്ല. ജാതി വ്യവസ്ഥ തീരുമാനിക്കുന്നത് ജനനമാണെങ്കിൽ ക്ലാസ് സിസ്റ്റത്തെ നിർണ്ണയിക്കുന്നത് ഒരാളുടെ എഫേർട്ട് അല്ലെങ്കിൽ ഒരാളുടെ അച്ചീവ്മെൻ്റ് ആണ്. ക്ലാസ് ഈസ് എൻ ഓപ്പൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഓപ്പൺ സിസ്റ്റമാണ്. അങ്ങനെ പറഞ്ഞാൽ അപ്പർ ക്ലാസ് ആയ ഒരാൾക്ക് ലോവർ ക്ലാസ് ആവാൻ പറ്റും. പെട്ടെന്ന് ബിസിനസ്സൊക്കെ ഫെയിലിയറായിട്ട് നല്ല പണക്കാരനായ ഒരാൾ പെട്ടെന്ന് എന്താവാം, ഒരു പാവപ്പെട്ട ഒരാളായി ലോവർ ക്ലാസ്സിലേക്ക് താഴാം. എന്നാൽ ലോവർ ക്ലാസ് ആയ ഒരാൾ പെട്ടെന്ന് ലോട്ടറിയൊക്കെ അടിച്ച് എന്താകാം, അപ്പർ ക്ലാസ്സിലേക്ക് മാറും. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ സോഷ്യൽ മോബിലിറ്റി പോസിബിളാണ്. മോബിലിറ്റി എന്ന് പറഞ്ഞാൽ സാമൂഹികമായി മുന്നോട്ടും താഴേക്കുള്ള പദവികളിലേക്കും വരാൻ സാധ്യതയുള്ളതാണ് ഓപ്പൺ ഇൻസ്റ്റിറ്റ്യൂഷനായ ക്ലാസ് എന്ന് പറയുന്നത്. എന്നാൽ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം റിജിഡാണ്, കർശനമാണ്, സ്ട്രിക്റ്റാണ്. ബ്രാഹ്മണനായി ജനിച്ച ആൾ ഒരിക്കലും ശൂദ്രനാവില്ല. ശൂദ്രനായി ജനിച്ച ഒരാൾക്ക് ഒരിക്കലും ബ്രാഹ്മണനാവാൻ സാധിക്കുകയില്ല. അതിൽ മോബിലിറ്റി ഇല്ല. എന്നാൽ അപ്പർ ക്ലാസ് ആയ ഒരാൾക്ക് ലോവർ ക്ലാസ് ആവാം, ലോവർ ക്ലാസ് ആയ ഒരാൾക്ക് മിഡിൽ ക്ലാസ്സോ അപ്പർ ക്ലാസ്സോ ക്ലാസ് സിസ്റ്റത്തിൽ പോസിബിളാണ്, സാധ്യമാണ്. അപ്പോൾ ക്ലാസ് സിസ്റ്റത്തിൽ ഒരു വ്യക്തിക്ക് അയാളുടെ പദവി എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. എങ്ങനെ അയാൾക്ക് ഉയർന്ന പദവിയും താഴ്ന്ന പദവിയും ഒക്കെ സാമൂഹിക ശ്രേണീകരണത്തിൽ നടക്കും. എന്നാൽ കാസ്റ്റ് സിസ്റ്റത്തിൽ അത് പോസിബിളല്ല. വ്യത്യസ്ത തരം ക്ലാസ്സുകളുണ്ട്. ടീച്ചർ നേരത്തെ പറഞ്ഞു, ഹയർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അഗ്രികൾച്ചറൽ ക്ലാസ്, ഇതൊക്കെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ക്ലാസ്സുകളാണ്. ഇനി നമുക്ക് രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കാസ്റ്റ് എന്താണെന്നും ക്ലാസ് എന്താണെന്നും നിങ്ങൾ പഠിച്ച സ്ഥിതിക്ക് ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് നോക്കാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, വളരെ എളുപ്പമാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. തുടക്കത്തിൽ തന്നെ കാസ്റ്റ് സിസ്റ്റം പഠിപ്പിച്ചപ്പോൾ അതാണ് പറഞ്ഞത്, ജനനമാണ് ജാതി നിർണ്ണയിക്കുന്നത്. എന്നാൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സാമൂഹികമായ സാഹചര്യങ്ങൾ, സാമ്പത്തികമായ ഘടകങ്ങളാണ് ക്ലാസ് നിർണ്ണയിക്കുന്നത്. സോ കാസ്റ്റ് ബർത്ത് ആണെങ്കിൽ ക്ലാസ് സാമൂഹികമായ സാമ്പത്തികമായ കാര്യങ്ങൾ കൊണ്ടാണ് ക്ലാസ് നിർണ്ണയിക്കുന്നത്. ഇനി കാസ്റ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്, അതായത് വളരെ അടഞ്ഞ സമ്പ്രദായമാണ്. അതിൽ നിന്ന് ഒരിക്കലും പുറത്ത് കിടക്കുവാൻ സാധ്യമല്ല. ബ്രാഹ്മണനായി ജനിച്ച ആൾ എന്നെന്നും ബ്രാഹ്മണൻ തന്നെ, അയാൾക്ക് ശൂദ്രനാവാൻ പറ്റില്ല. ശൂദ്രനായ ഒരാൾക്ക് ഒരിക്കലും ബ്രാഹ്മണനാവാനും പറ്റില്ല. എന്നാൽ ക്ലാസ് എന്നുള്ളത് ഒരു ഓപ്പൺ സിസ്റ്റമാണ്. അതിലെന്ത് സാധ്യമാണ്, മോബിലിറ്റി സാധ്യമാണ്. എന്താണ് മോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. റിജിഡ് റൂൾസാണ് ഏതുമായി ബന്ധപ്പെട്ട്, മാരേജ്, ഈറ്റിംഗ് ഹാബിറ്റ്സുമായി ബന്ധപ്പെട്ട്. ജാതി വ്യവസ്ഥയിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ വേണമെന്നുള്ള റൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ നേരത്തെ പഠിച്ച എൻഡോഗമി അഥവാ സ്വഗണ വിവാഹം എന്ന് പറയുന്നത്. ഈറ്റിംഗ് ഹാബിറ്റ്സും ഉണ്ട്. ഇപ്പോൾ ബ്രാഹ്മണനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെജിറ്റേറിയൻ ഫുഡ് മാത്രമാണ് കഴിക്കുക.
മീറ്റോ അല്ലെങ്കിൽ നോൺ വെജ് ഫുഡ്സ് അവർ കഴിക്കില്ല. അതുപോലെ തന്നെ പിന്നെ മദ്യവും കഴിക്കാത്തവരാണ് ബ്രാഹ്മണന്മാർ. അപ്പോൾ കൃത്യമായ ഫുഡ് ഹാബിറ്റ്സ് ജാതി വ്യവസ്ഥ നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ ക്ലാസ്സിന് യാതൊരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള റൂൾസുമില്ല. നോ റിജിഡിറ്റി. അപ്പർ ക്ലാസ് ആയ ആൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും, ലോവർ ക്ലാസ്സിനും ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു റിജിഡായ സ്ട്രിക്റ്റായ റൂൾസൊന്നും ക്ലാസ് സിസ്റ്റത്തിലില്ല. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, സ്റ്റേബിൾ ഓർഗനൈസ് ആണ്. അതായത് അത് എന്നെന്നും ഒരുപോലെ ചേഞ്ച് ചെയ്യാതെ നിലനിൽക്കും. എന്നാൽ ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നല്ല. ഏതിനെ പോലെ, ജാതി വ്യവസ്ഥയെ പോലെ അതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇൻഹെറിറ്റഡ് മെമ്പർഷിപ്പാണ് കാസ്റ്റ് സിസ്റ്റത്തിലുള്ളത്. അതായത് അച്ഛൻ ഉയർന്ന ജാതിയാണെങ്കിൽ മകനോ മകളും ഉയർന്ന ജാതിയിൽപ്പെട്ടതായിരിക്കും. അതാണ് ജാതി വ്യവസ്ഥ, ഇൻഹെറിറ്റഡ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ക്ലാസ് സിസ്റ്റം ഒരിക്കലും ഇൻഹെറിറ്റഡ് അല്ല. ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക സോഷ്യൽ ക്ലാസ്സിൽ, അപ്പർ ക്ലാസ്സിലാകുന്നത് അയാളുടെ കഴിവ് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമാണ്. അല്ലാതെ അയാൾ ഒരു പ്രത്യേക വ്യക്തിയുടെ മകനോ മകളോ ആയി ജനിച്ചത് കൊണ്ടല്ല. ഇതാണ് കാസ്റ്റും ക്ലാസ്സും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇത് 4 മാർക്കിന് +1 എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നെക്സ്റ്റ് മോബിലിറ്റി, സോഷ്യൽ മോബിലിറ്റി, സാമൂഹിക ചലനക്ഷമത എന്നാണ് അതിൻ്റെ മലയാളം മീനിങ്. ക്ലാസ് സിസ്റ്റത്തിൽ സോഷ്യൽ മോബിലിറ്റി ഉണ്ട്. അപ്പോൾ സോഷ്യൽ മോബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് അയാളുടെ ജീവിത കാലയളവിൽ സമൂഹത്തിലെ ഉന്നത പദവിയിലേക്കോ അല്ലെങ്കിൽ താഴ്ന്ന പദവിയിലേക്കോ പോകുവാൻ സാധിക്കും. അങ്ങനെ സാമൂഹികമായ ചലനക്ഷമത ക്ലാസ് സിസ്റ്റത്തിൽ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ജാതി വ്യവസ്ഥയിൽ സോഷ്യൽ മോബിലിറ്റി വളരെ കുറവാണ്. അടുത്തത് കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. കാൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ മുതലാളിത്ത സമൂഹത്തിലെ 2 തരം ക്ലാസ്സുകളെയാണ് നമ്മൾ കാണുന്നത്. അതിലൊന്നാമത്തെ ക്ലാസ്സാണ് ബൂർഷ്യോസി അഥവാ മുതലാളി എന്ന് പറയും, ബൂർഷ്യോസി. രണ്ടാമത്തെ ക്ലാസ്സാണ് തൊഴിലാളി. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ 2 ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ഒന്ന് മുതലാളിയും ഒന്ന് തൊഴിലാളിയും. ഈ മുതലാളി എന്നുള്ള പദത്തിനാണ് അദ്ദേഹം ബൂർഷ്യോസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ബൂർഷ്യോസ് എന്നുള്ള വാക്ക് ഒരു ജർമ്മൻ വേർഡാണ്. അത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നുള്ള ഗ്രന്ഥത്തിൽ അതുപോലെയാണ്. ബൂർഷ്യോ എന്നുള്ള വാക്ക് വെച്ചുകൊണ്ടാണ് അവർ ക്യാപിറ്റലിസ്റ്റ് അഥവാ മുതലാളിയെ വിളിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് തൊഴിലാളി അഥവാ പ്രോളറ്റേറിയറ്റ്, തൊഴിലാളി അഥവാ വർക്കർ. അപ്പോൾ ഫാക്ടറിയിൽ മുതലാളിത്ത വ്യവസ്ഥയിൽ 2 ക്ലാസ്സുകളുണ്ട്, ബൂർഷ്യോസിയും പ്രോളറ്റേറിയറ്റും. മറ്റൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലൈഫ് ചാൻസ് ബൈ മാക്സ് വെബറാണ്. മാക്സ് വെബർ ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റാണ്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ലൈഫ് ചാൻസ്, ജീവിതാവസരങ്ങൾ. അദ്ദേഹം പറയുന്നത് ഒരാളുടെ സോഷ്യൽ ക്ലാസ് തീരുമാനിക്കുന്നത് അയാളുടെ ലൈഫ് ചാൻസ് ആണ്. അതായത് ഓരോരുത്തർക്കുമുള്ള ജീവിത അവസരങ്ങളാണ് അയാൾ ഏത് ക്ലാസ്സിൽ പെടുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഈ ലൈഫ് ചാൻസസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇക്കണോമിക് റിലേഷനാണ്. സാമ്പത്തികമായ ബന്ധങ്ങളാണ് ലൈഫ് ചാൻസിനെ തീരുമാനിക്കുന്നത്. ഒരു പണക്കാരനായ ഒരാൾ അയാൾക്ക് കിട്ടിയ ജീവിതാവസരങ്ങൾ നല്ല എന്താ പറയുക സാമ്പത്തികമായ സാഹചര്യങ്ങളാണ് അയാളുടെ വീട്ടിലുണ്ടായിരിക്കുക. അപ്പോൾ അയാൾക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ടായിരിക്കും വീട്ടിൽ, അതുപോലെ പഠിക്കാനുള്ള എല്ലാ എക്യുപ്മെൻസും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകും. അയാൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ തന്നെ അയാൾക്ക് നല്ല ജോലിയായ അയാൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാനുള്ള എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും ഭൗതിക സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും അയാൾക്ക് അയാളുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് അയാൾ റിച്ച് ക്ലാസ്സിൽ പെടുന്നു, ഉന്നത വർഗത്തിൽ പെടുന്നു. അപ്പോൾ ഒരാളുടെ ക്ലാസ് തീരുമാനിക്കുന്നത് അയാളുടെ ലൈഫ് ചാൻസ് ആണ്. ലൈഫ് ചാൻസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഇക്കണോമിക് റിലേഷനാണ്, സാമ്പത്തികമായ ബന്ധങ്ങളാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് മാക്സ് വെബറുടെ ലൈഫ് ചാൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മൊബിലിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. KR നാരായണൻ നിങ്ങൾക്കറിയാലേ, നമ്മുടെ ഫോർമർ പ്രസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു SC കാസ്റ്റിൽപ്പെട്ട ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നു. ജനനം മൂലം അദ്ദേഹത്തിന് ലോവർ സ്റ്റാറ്റസ് ആണെങ്കിൽ പോലും, ജാതി വ്യവസ്ഥ ലോവർ സ്റ്റാറ്റസ് ആണ് നൽകിയതെങ്കിൽ പോലും അദ്ദേഹം അച്ചീവ്ഡ് സ്റ്റാറ്റസിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിലൂടെ എന്തായി, ഇന്ത്യയുടെ പ്രസിഡൻ്റായി. അപ്പം ഇദ്ദേഹം സോഷ്യൽ മൊബിലിറ്റിക്ക്, സാമൂഹിക ക്ഷമതയ്ക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. നിങ്ങളത് നോട്ട് ചെയ്യാം.
നെക്സ്റ്റ് സ്റ്റാറ്റസ് ആൻഡ് റോളാണ്. സ്റ്റാറ്റസ് ആൻഡ് റോൾ, പദവിയും പങ്കും, അതാണ് അതിൻ്റെ മലയാളം. ഇത് രണ്ടും ഒരു ട്വിൻ കൺസെപ്റ്റാണ്, ഇരട്ട സഹോദരിമാരെന്ന് പറയുന്ന പോലെയാണ്. അതായത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളുമാണ്. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള റാങ്ക് ഓർ പൊസിഷൻ, പദവിയെയാണ് നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയാം. ഈ പൊസിഷൻ ഇൻ എ സൊസൈറ്റി ഓർ ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലോ സമൂഹത്തിലോ ഉള്ള ഒരു പൊസിഷനാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ സോഷ്യൽ പൊസിഷൻ വിത്ത് ഡിഫൈൻഡ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അസൈൻഡ് ടു ദീസ് പൊസിഷൻ. ഈ ഒരു പൊസിഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റാങ്ക് ഓർ പൊസിഷൻ ഹെൽഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ഇൻ എ ഗിവൺ സൊസൈറ്റി. തന്നിരിക്കുന്ന സമൂഹത്തിൽ ഒരു വ്യക്തിക്കുള്ള പദവി അല്ലെങ്കിൽ റാങ്കിന് പറയുന്ന പേരാണ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് കൃത്യമായ അവകാശങ്ങളും കർമ്മങ്ങളും ഉണ്ടായിരിക്കും. ഇനി റോൾ എന്താണെന്ന് നോക്കാം. റോൾ ഈസ് ദ ഡൈനാമിക് ആസ്പെക്റ്റ് ഓഫ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസിൻ്റെ ഡൈനാമിക്കായ ഒരു വശമാണ് റോൾ എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റസിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ അതെന്തായി മാറും? റോളായി മാറും. ഇപ്പോൾ പ്രിൻസിപ്പാൾ എന്നുള്ളത് ഒരു പദവിയാണ്. ആ പദവിയിൽ ഒരാൾ വന്ന് ആ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അതെന്തായി മാറി? അത് അയാളുടെ റോളായിട്ട് മാറി. അപ്പോൾ റോൾ എന്ന് പറയുന്നത് ബിഹേവിയറൽ ആസ്പെക്ട്സ് ഓഫ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി അയാളുടെ ജോലി ചെയ്യുകയാണെങ്കിൽ അയാളുടെ പെരുമാറ്റവും കൂടി അടങ്ങിയതാണ് റോൾ എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് ഈസ് ഒക്യുപ്പൈഡ്. സ്റ്റാറ്റസ് നമ്മൾ ആ സീറ്റിൽ അങ്ങ് ഇരുന്ന് അത് ഒക്യുപ്പൈ ചെയ്യുന്നതാണ്. എന്നാൽ റോൾ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാനുള്ളതാണ്. സോ സ്റ്റാറ്റസ് ഈസ് ഒക്യുപ്പൈഡ് വൈൽ റോൾ ഈസ് പ്ലേഡ്. ഇങ്ങനത്തെ ഈ ഒരു വാക്ക് തന്നെ കഴിഞ്ഞ ഫസ്റ്റ് ഇയർ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സ്റ്റാറ്റസ് ഈസ് ഡാഷ് വൈൽ റോൾ ഈസ് പ്ലേഡ്. അങ്ങനെയായിരുന്നു ഈ ചോദ്യം ചോദിച്ചിരുന്നത്. അപ്പം സ്റ്റാറ്റസ് നമ്മൾ ഒക്യുപ്പൈ ചെയ്യുന്നതാണ്, എന്നാൽ റോള് നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു റീചാർജ് കൂപ്പൺ വാങ്ങി ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് റീചാർജ് കൂപ്പൺ എന്നുള്ളത് സ്റ്റാറ്റസാണ്. അത് സ്ക്രാച്ച് ചെയ്ത് നമ്മളത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫോണിൽ. അപ്പോൾ ആ റീചാർജ് കൂപ്പൺ നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു? അത് നമ്മുടെ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റീചാർജ് ആവുന്നത്. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് റീചാർജ് ആവുന്നതാണ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റസിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ അതെന്തായി മാറും? റോളായിട്ട് മാറും. സ്റ്റാറ്റസും റോളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റാറ്റസ് ഈസ് സിംപ്ലി എ പൊസിഷൻ ഹെൽഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ഇൻ എ ഗിവൺ സൊസൈറ്റി. തന്നിരിക്കുന്ന സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് നൽകുന്ന പദവിയാണ് എന്ത്? സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. എന്നാൽ ആ പദവിയിലിരിക്കുന്ന ആൾ ചെയ്യുന്ന അയാളുടെ യഥാർത്ഥ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയുമാണ് റോൾ എന്ന് പറയുന്നത്. അയാൾ കൃത്യമായിട്ട് അയാളുടെ ജോലി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് റോൾ. അപ്പോൾ മാറിപ്പോവരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. വീഡിയോ ബിഗിനിങ് ടു ദ ലാസ്റ്റ് കണ്ടിന്യൂ ആയിട്ട് കാണുക, സംശയം ചോദിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.